ഈ ലോകത്തെവിടെയാണെങ്കിലും നമ്മളെ വേദനിപ്പിക്കുന്ന ദുരന്തങ്ങൾ അത് ഏതൊരു മനുഷ്യനിലും ഉണ്ടാക്കുന്ന ഒരു ആഘാതം ഉണ്ടല്ലോ, അത് ഭയങ്കരമായിരിക്കും അല്ലേ. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവർ, അത് അച്ഛനാകാം, അമ്മയാവാം, സഹോദരങ്ങളാകാം, ചിലപ്പോൾ മക്കളാകാം, ഇനി മറ്റാരെങ്കിലുമൊക്കെ ആവാം, അവർ കൺമുമ്പിൽ നഷ്ടപ്പെട്ടു പോകുന്ന കാഴ്ച കാണുമ്പോൾ ഒരാൾക്കും താങ്ങാൻ കഴിയില്ല. നമ്മളത് കണ്ടതാണ്, പല ദുരന്തങ്ങളിലും കേരളത്തിൽ പല പ്രളയത്തിലും അല്ലാതൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് പാകിസ്ഥാനിൽ നിന്നുള്ളൊരു ദൃശ്യമാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് മനസ്സിലായത്. അപ്പോൾ ഞാനിത് ചെയ്യാൻ കാരണം വേറൊന്നുമല്ല, നമ്മളിപ്പോൾ മഴക്കാലമാണ്, നാട്ടിലായാലും ഇതുപോലെ ഒരുപാട് ദുരന്തങ്ങൾ നമ്മളെല്ലാവരും കണ്ടു, സോഷ്യൽ മീഡിയയിലും വാർത്തകളിലൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ടൂറിനും മറ്റും പോകുമ്പോൾ പരിചയമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് സെൽഫി എടുക്കാനും അല്ലെങ്കിൽ വെള്ളക്കെട്ടിൽ ഇറങ്ങിയിട്ട് കുളിക്കാനും അതിൻ്റെ വീഡിയോ എടുക്കാനും റീൽസ് ഉണ്ടാക്കാനൊക്കെ നിൽക്കുന്നത് ഒരുപാടുണ്ടായിട്ടുണ്ട്, അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. മനസ്സിലാക്കിയെടുത്തോളം ഇതൊരു കുടുംബത്തിലെ അംഗങ്ങളാണെന്നാണ് തോന്നുന്നത്. കാരണം അവരെവിടെയോ പിക്നിക്കും മറ്റ് പോയ സമയത്ത് പെട്ടെന്ന് വെള്ളപ്പൊക്കം ഉണ്ടായതായിട്ട് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ കാഴ്ചയിൽ. അവരെ രക്ഷിക്കാനുള്ള ഒരു നടപടികളും അത്രയും സമയത്ത് നമ്മൾ വീഡിയോയ്ക്കുള്ളിൽ കാണുന്നില്ല. അവസാനം വരുന്നുണ്ട്, ഒരു ചെറിയൊരു വള്ളം പോലത്തെ ഒരു സ്ഥാനത്തിൽ വരുന്നുണ്ട്. അപ്പോഴേക്കും 3/4 ഭാഗം ആളുകൾ ഒലിച്ചു പോയിട്ടുണ്ട്, കുറച്ച് കുട്ടികൾ മാത്രമാണ് ബാക്കി വന്നത്. പക്ഷെ അവരെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ മനസ്സിലാകുന്നത്. ആ ഇട്ട ആൾ ഇതിനകത്ത് ഫുള്ളായിട്ടുള്ള ഇല്ല, കുറച്ച് ആളുകൾ ഒലിച്ചു പോയതിന് ശേഷമുള്ള വീഡിയോ. കാരണം സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും, അവർ നിൽക്കുന്ന കല്ലുകൾ ഇളകി പോകുന്ന കൂടെ തന്നെ ആളുകളും പോകുന്നുണ്ട്. അവസാനം കുറച്ച് ആളുകൾ മാത്രം ബാക്കിയാവും. അവരിലേക്ക് ഒരു തോണി പോലത്തെ ഒരു സാധനം വരുന്നുണ്ട്, പക്ഷേ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. അവരെയും തട്ടിത്തെറിപ്പിച്ച് അതും പോകുന്നതാണ്. പിന്നീട് എന്ത് സംഭവിച്ചു നമുക്കറിയില്ല കേട്ടോ. അവരിൽ ആരെങ്കിലുമൊക്കെ രക്ഷപ്പെട്ട് പോയി എന്ന് നമുക്ക് ആശ്വസിക്കാനേ പറ്റത്തുള്ളൂ. കാരണം വാർത്തകളൊന്നും അറിയില്ല, ഇതിനെക്കുറിച്ച് ഇൻ്റർനെറ്റിൽ തേടിയിട്ടൊന്നും കിട്ടിയിട്ടില്ല. ഇത് കണ്ടിട്ട് ഭയങ്കര പ്രയാസം തോന്നി. ഇതാണ് കണ്ടോ, അയാളെ രക്ഷിക്കാൻ വേണ്ടി വരുമ്പോൾ ആ വന്ന ആൾക്കാരെ ഇടിച്ച് തെറിപ്പിച്ച് ആ വള്ളം പോലത്തെ സാധനം മുന്നോട്ട് പോയത്. എന്തൊക്കെയായാലും പ്രിയപ്പെട്ടവരെ എല്ലാവരും ശ്രദ്ധിക്കണം. മഴക്കാലത്ത് ഇതുപോലുള്ള യാത്രകളൊക്കെ ചെയ്യുമ്പോൾ, കുട്ടികളുമായിട്ട് പോകുമ്പോഴൊക്കെ നമ്മൾ റിസ്ക് എടുക്കണ്ടല്ലോ. എന്തിനാണ് റിസ്ക് എടുക്കുന്നത്? ഒരിക്കലും ചെയ്യരുത്. പലപ്പോഴും സന്തോഷങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രകൾ അതീവ ദുരന്തങ്ങളായി മാറുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്.